ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എഫ് കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ സ്നാക്ക് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓയിലിൽ ഫ്രൈ ചെയ്തതൊന്നും പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ ഈ റമദാനിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ചൂടായ ചീനച്ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര സ്നാക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് 2 പച്ചമുളക് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 മീഡിയം സൈസുള്ള സവാള മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി പോവണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് എഗ്ഗാണ്. ഞാനിപ്പോൾ ഒരു 3 എഗ്ഗ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അതാകുമ്പോൾ കുറച്ച് വലിയ ബ്രെഡായിരിക്കും കിട്ടുക. ഇതിപ്പോൾ ചെറിയ സ്ലൈസ് ബ്രെഡാണ്, അതുകൊണ്ടാണ് ഞാൻ എഗ്ഗ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. സാൻഡ്വിച്ച് ബ്രെഡാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എഗ്ഗ് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് വശം കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വരെ മൈദ അല്പം തിക്കായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വിരൽ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 2 സ്ലൈസ് ബ്രെഡിൻ്റെ സൈഡ് വശത്ത് 4 സൈഡിലും ഇതുപോലെ മൈദ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണ് മസാല വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് 1 സ്ലൈസ് എഗ്ഗ് കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് മറ്റേ ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം 4 സൈഡും ഒന്ന് ഒട്ടി വന്നോളും. ഇത് പൊട്ടിപ്പോവുകയൊന്നും ചെയ്യില്ല. കണ്ടല്ലോ, 4 സൈഡും നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വലിയ ബ്രെഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡൊക്കെ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് 2 എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് അല്പം പെപ്പർ പൗഡറും അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എഗ്ഗ് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പെപ്പർ പൗഡറും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടറിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഈ എഗ്ഗിൻ്റെ ബാറ്ററിൽ ഓരോ സ്നാക്കും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം സൈഡ് വശമൊക്കെ നന്നായിട്ടൊന്ന് എഗ്ഗിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ പാനിൽ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 1 മിനിറ്റ് ആവുന്ന ടൈമിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നിങ്ങൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഈ എഗ്ഗിൻ്റെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് തിളച്ച ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഓയിൽ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അല്പം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് 2 വശവും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. 4 വശവും ഇതുപോലെ ഒന്ന് കുത്തനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരും. മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അധികം ഓയിലൊന്നും ഇല്ലാതെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഈ എഗ്ഗിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫില്ലിങ് ബീഫിൻ്റെ ഫില്ലിങ്ങോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇതുപോലെ 4 ബ്രെഡും നമുക്ക് 4 വശവും ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി നമുക്ക് 2 വശവും ഒരുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന ടൈമിൽ നമുക്കിത് പാനിൽ നിന്നും കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബട്ടർ കയ്യിലില്ലെങ്കിൽ ഓയിലോ 1 ടേബിൾ സ്പൂൺ ഓയിലോ ഇല്ലെങ്കിൽ ഗീയോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ടർ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. കണ്ടല്ലോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലോട്ട് ബാക്കിയുള്ള ബ്രെഡ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ മുഴുവൻ ബ്രെഡും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാനിതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. അതുപോലെ നല്ലൊരു ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാനും മറക്കണ്ട. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകൾക്കായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.